ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്താന്ന് വെച്ചാൽ നമ്മളെ അടുത്ത് തന്നെയാണ് പ്രശസ്തമായിട്ടുള്ള കുമരനെല്ലൂർ വട്ടക്കിണർ. ഇതുവരെ നമ്മളാണ്ട് പോയിട്ടില്ല കേട്ടാ. അപ്പോൾ അതും അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. രസകരമായിട്ടുള്ള ഒന്ന് രണ്ട് സംഭവങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാണ്ട്. അപ്പോൾ അത് ഫുള്ള് കണ്ട നിങ്ങൾക്ക് നിങ്ങൾ അതിൻ്റെ അഭിപ്രായം പറഞ്ഞോളി. അപ്പോൾ ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയിക്കുക. എന്താ വെച്ചാൽ വെറുതെ ആവില്ല എന്ന് നിങ്ങൾ ഉണർത്താണ്. ഇതിപ്പോൾ പോണ വഴിക്കുള്ള ഒരു ചെറിയൊരു ചാലാണ്. അപ്പോൾ ഇങ്ങനെ നല്ല രസമുള്ള ചാല ഇങ്ങനെ നോക്കിക്കാൻ നല്ല രസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ കാണിച്ചു എന്നുള്ളൂ. കണ്ടോ, പോണ വഴിക്കുള്ള ഒരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മൾ മാപ്പ് നോക്കിയിട്ടാണ് വന്നിട്ട്, ആദ്യമായിട്ടാണ് പോണത്. അപ്പോൾ മാപ്പ് നോക്കിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുറേ അപ്പുറത്ത് വണ്ടി വെച്ച് വരേണ്ടി വന്നു. ഇതിൻ്റെ അടുത്തൊക്കെ റോഡുണ്ട്, പക്ഷെ അവിടേക്ക് നമ്മളെത്തിയില്ല. അപ്പോൾ പൈതിക്കുന്ന നോക്കി. അപ്പോൾ അങ്ങോട്ട് എത്തിയ കുറച്ച് നടന്നതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അത് തീർച്ചയായും കണ്ടോളി, വെറുതെ ആവില്ല. അപ്പോൾ നമ്മളെ കിണർ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ നല്ല വരമ്പ്, ആ വരമ്പ് ഇങ്ങനെ നടന്നിട്ട് പോകണം. മഴ പെയ്തുകൊണ്ട് തന്നെ ഒരു പേടി ഉണ്ടായിരുന്നു. വരമ്പിൽ വലിയ വെള്ളം ചളിയൊക്കെ ഉണ്ടെങ്കിൽ വഴുക്കുമെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ വെയിലുള്ളത് കൊണ്ട് തന്നെ പറ്റിയതുപോലെ തോന്നി. എന്തായാലും വഴുക്കലൊന്നുമില്ല. അപ്പം നമ്മളെ വട്ടക്കിണർ എത്തിയിട്ടുണ്ട്. വട്ടക്കിണർ എന്ന് പറഞ്ഞാൽ പോലെ വട്ടക്കുളം തന്നെ പറയണം. കാരണം അത്യാവശ്യം വലിപ്പമുണ്ട്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം നമുക്ക് തോന്നിയിരുന്നത് ഇത് കിണറല്ലേ, അപ്പം അത്ര ചെറുതായിരിക്കാരെന്ന്. പക്ഷെ നമ്മളിവിടെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു കുളം തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ വട്ടത്തിലായതുകൊണ്ട് അപ്പം അങ്ങനെ ഉപയോഗിക്കുന്നതാവാം. എന്തായാലും നമ്മൾ കിണറെത്തിയിട്ടുണ്ട്. ഇവിടുത്തെ വ്യൂ കണ്ടില്ലേ, നല്ല മഴ പെയ്തത് കൊണ്ട് തന്നെ അതിലുള്ള ഞാറൊക്കെ മുളച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കേട്ടോ. എല്ലാ വർഷം നല്ല ഫുള്ള് പച്ചപ്പാണ്. പോണ വഴിക്കുള്ള ഈ ചാലിൽ കണ്ടില്ലേ. അപ്പോൾ നമ്മൾ കുറേ നേരം അതിലൊന്നും നോക്കുന്നത്. അതിൽ ചെറിയ ചെറിയ മീൻ ചെറുപ്പത്തിലൊക്കെ പിടിച്ചിട്ടുള്ള പരിചയത്തിൽ അങ്ങനെ ഓർമ്മയിൽ അങ്ങനെ നിന്നാണ് ഒരു നെക്സ്റ്റ് അത്ര പറയാം. അപ്പോൾ നമ്മളെ കിണറെത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, കിണർ എന്ന് പറഞ്ഞ പോലെ കണ്ടില്ലേ. ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചിരുന്നത് എന്ത് ചെറിയ റിങ് എടുക്കാറെന്ന്. ഇത് 1 ഇഞ്ച് ഒരടിയേക്കാൾ വീതി ഉണ്ട് കൊണ്ടിട്ടാ ഈ റിങ്. അത്യാവശ്യം വലുപ്പമുണ്ട്, അത്യാവശ്യം വീതി ഉണ്ട് ആ റിങ്ങിന്. അപ്പോൾ ചാടാനൊക്കെ നല്ല സുഖമാണ്. അപ്പോൾ ഇതിലെ വെള്ളം അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല അടിപൊളി വെള്ളമാണ് എന്ന് തന്നെ പറയണം, ഒരു രക്ഷയില്ല. നമ്മൾ കാണാൻ വന്നിട്ടുണ്ട് വെച്ചാൽ കുളിച്ചിട്ടേ പോവുള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് വന്നത് കൊണ്ട് ഞാൻ കുളിക്കാൻ നിന്നിട്ടില്ല. വേറെ ആരും ഇവിടെ ഇല്ല. സമയം ഏകദേശം ഉച്ചയോടെ അടുക്കുന്നത് കൊണ്ട് ആരും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പിന്നെ വേറെ പരിപാടിക്കൊന്നും നിന്നില്ല. കണ്ടില്ലേ, നല്ല രസമുണ്ട്, ഒരു രക്ഷയില്ല. എല്ലാ ഭാഗവും പ്രകൃതി ഭംഗിയും അതുപോലെ തന്നെ കുളം, നല്ല വെള്ളം, നീറ്റ് വെള്ളം. സാധാരണ ഈ മഴ പെയ്തിട്ടുണ്ട് വെച്ചാൽ ഇതിലത്തെ വെള്ളം ചെളിവെള്ളം കുത്തി ഒലിച്ചിട്ട് അങ്ങനെ ചെളി കാണാറുണ്ട്. പക്ഷെ ഇതിൽ ചെളിയൊന്നും കാണാനില്ല. നല്ല രസമുള്ള വെള്ളമാണ് ഇതിലുള്ളത് കേട്ടോ. നല്ല രസമുള്ള വെള്ളം, ഒരു രക്ഷയില്ല. കണ്ടില്ലേ, അടിപൊളി വെള്ളമാണ്. പിന്നെ അത്യാവശ്യം റൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ആളുകൾക്ക് ഒന്നിച്ച് കുളിക്കാൻ ഉള്ള സൗകര്യം ഇവിടെ ഉണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ ആരും കുളിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കല്ല. ഞാൻ ഇതിൻ്റെ ഭംഗി പറഞ്ഞു എന്ന് മാത്രം. നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ കലാവിരുദ്ധുള്ളവർ കിണറിൻ്റെ എല്ലാ ഭാഗത്തും അവരുടെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ആ കഴിവ് അതും നമുക്ക് ആസ്വദിക്കാനുള്ള അവസരം ഇവിടെ ഉണ്ട്. കിണറിൻ്റെ പുറത്തുമുണ്ട് അകത്തുമുണ്ട്. അപ്പോൾ ഇഷ്ടം പോലെ കലാവിരുദ്ധം ഇവിടെ തെളിയിച്ചിട്ടുള്ളത് കൊണ്ട് അതിന് നമുക്ക് അവസരമുണ്ട് എന്ന് പറഞ്ഞതാണ്. പിന്നെ എന്താണെന്ന് വെച്ചാലും അടിപൊളിയാണ്, ഒരു രക്ഷയില്ലാതെ തന്നെയാണ് പറയാനുള്ളത്. നല്ല രസമുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ഇതിൽ വന്നിട്ട് ചാടാൻ നിൽക്കണ്ട. ഇതിൽ പാറുണ്ട്, ഈ പാറമേലാണ് റിങ് പടുത്തിട്ടുള്ളത്. അപ്പോൾ നേരെ വന്ന് കണ്ടാൽ മനസ്സിലാവും നമുക്ക്. അടിയിൽ വെള്ളം നല്ല ക്ലിയർ ഉള്ളത് കൊണ്ട് തന്നെ കണ്ടില്ലേ, അടിയിലെ പാറ ഇങ്ങനെ കാണാനുണ്ട്. അപ്പോൾ പാറ കണ്ടാൽ മനസ്സിലാവും. പക്ഷേ ഞാൻ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. നേരെ വന്നിട്ട് ചാടാൻ നിൽക്കണ്ട, ഇവിടെ പാറുണ്ട്. അപ്പോൾ കൂടിയിടണവരും ബെൽറ്റടിക്കണവരും മറിയണവരും തിരിയണവരൊക്കെ അതും കൂടി ശ്രദ്ധിക്കണം. എന്തെങ്കിലും പല വാർത്തകൾ നമ്മൾ കേൾക്കണമല്ലേ, അപ്പോൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞു. ഇങ്ങനെയും ഇതിലുണ്ട് എന്ന് പറഞ്ഞതാണ്. പറയുമ്പോൾ ഒക്കെ പറയേണ്ടി വെച്ചിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കിണറ്റിൻ്റെ വിശേഷങ്ങൾ. നല്ല അടിപൊളി വെള്ളമാണ് കേട്ടോ, ഒരു രക്ഷയില്ല എന്ന് തന്നെ പറയാം. പാടത്തിൻ്റെ നടുക്കലാച്ചിട്ട്
വേറെ മണോ അല്ലെങ്കിൽ ചെളിയോ അതൊന്നും കാണാനില്ല. നല്ല പ്യുവർ വെള്ളം തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കിണറ്റിൻ്റെ വിശേഷങ്ങൾ ഇവിടെയാണ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യല്ല. നേരത്തെ പറഞ്ഞ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള 1-2 കാര്യങ്ങൾ വീണ്ടും കാണിച്ചു തരാണ്. ഇവിടെ വന്നപ്പോൾ നമുക്ക് മുതലായി എന്ന് പറയാനുള്ള 1-2 കൂടി കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ എന്താണ് ഉണ്ടായിച്ചാൽ, ഇവിടെ ഞാനിങ്ങോട്ട് വന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. പക്ഷേ നമ്മൾ പാടല്ലേ, പാടത്തെല്ലായിടത്തും വരമ്പുണ്ട്. വരുമ്പോൾ നമുക്ക് കിണർ, ലൊക്കേഷൻ കിണറാണ്. കിണർ അവിടുന്ന് ആ അറ്റത്ത് നിന്ന് നോക്കിയാൽ കിണർ കാണുന്നുണ്ട്. പക്ഷേ ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് പോകേണ്ട വഴി ഞാൻ മറന്നു. അതാണ് ഉണ്ടായത്. അപ്പം ഞാൻ പെട്ടു. വേറെ ആരും ചോദിക്കാതെ, കണ്ടില്ലേ, ഇതിൻ്റെ ഏകദേശം സെൻറ്ററിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ പെട്ടു. എല്ലായിടത്തും വരമ്പുണ്ട്. അപ്പോൾ പോകേണ്ട വഴി നമ്മൾ മറന്നു. അതാണ് ഉണ്ടായത്. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് ഏകദേശം ഉറപ്പിച്ചിട്ട് അങ്ങനെ നടക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ഒരു ആമൻ്റെ തൊണ്ട് കണ്ടത്. ചെറിയ ആമക്കുട്ടിയായി നോക്കിയപ്പോൾ ആമക്കുട്ടി ഒന്നല്ല കേട്ടോ, വേറെന്തോ സാധനം. അങ്ങനെ പോകുമ്പോൾ നമുക്ക് വേറൊരാളും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളെ ചെറുപ്പത്തിൽ ഇങ്ങനെ തോണ്ടി കളിച്ചുകൊണ്ട് ആ ഒരു രസത്തിൽ അങ്ങനെ ഇന്നുണ്ട്. നമ്മളിവിടെ ഞൗഞ്ഞിന്നൊക്കെ പറയുന്ന സാധനമാണ്. നമുക്കൊരു സാധാരണ നമ്മളെ കണ്ടാൽ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറലാണ്. പക്ഷേ ഇന്നെന്താണോ അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ മൂപ്പരേറ്റവും പരിചയം പൊടുക്കി എന്ന് പറയാം. കുറച്ച് അവിടെ നിന്ന് അതാണ് പെണ്ണുകൾ കാണുന്നത്. മൂപ്പര് ഉള്ളിൽ കയറി അപ്പോൾ അവിടെ വിട്ടേച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ നേരത്തെ കണ്ട സ്ഥലം തന്നെയാണ്. ഇത് കാണാൻ നല്ല രസമാണ് കേട്ടോ. അതിൻ്റെ വ്യൂ നിങ്ങൾക്ക് ഇപ്പം കാണിച്ചു തരാം, കണ്ടോളി. എന്നിട്ട് പറയും ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ വലിയ രസം ഉണ്ടാവില്ല. കണ്ടില്ല, നല്ല രസം. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇതിങ്ങനെ നോക്കി കുത്തിരിക്കും, കുറേ നേരം നോക്കി കുത്തിരിക്കും. അത്രയും ഭംഗിയാണ് ഇത് നോക്കാൻ. ഇതില്ല, ഇതിങ്ങനെ പോരുന്ന വഴിയിലൊക്കെ ഇതുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ കുറേ നോക്കി, കാരണം നല്ല വെളിച്ചമുണ്ട്, നല്ല തെളിഞ്ഞ വെള്ളമാണ്. അപ്പോൾ അതിങ്ങനെ നോക്കിയിട്ടാൽ നല്ല രസമാണ്. അതാണിപ്പോൾ കണ്ടില്ല, നല്ല രസം. ഇതോടത്തുണ്ട്. അപ്പോൾ പിന്നെ പാറ, ചെങ്കല്ല് പാറയുണ്ട്, കരിങ്കല്ലും കിടക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ല അങ്ങനെ ചാടുമ്പോൾ അതിൻ്റെ കളകളാരവം കേൾക്കാനും രസമാണ്. ഇത് ഇങ്ങനെ കാണാനും നല്ല രസമാണ്. മനസ്സിന് നല്ല സുഖം തരുന്ന വ്യൂ ആണ്. ഇപ്പോൾ അടുത്തൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറേ നേരം അവിടെ ചിലവഴിച്ചു. ഇങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് എന്നിട്ട് ലാസ്റ്റ് അങ്ങനെ സമയം വൈകിയപ്പോൾ അവിടെ നിന്ന് പോകുന്നതാണ്. പോരുന്ന വഴിക്ക് വേറൊരു രസകരമായ വേറൊരു കാഴ്ചയുണ്ടായി. അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല വഴിയാണ് കേട്ടോ. വഴിയിലൊക്കെ നമുക്ക് നല്ല വൈബ് തരുന്ന വഴിയാണ്. ഇതിൻ്റെ ഓരത്തു കൂടെ ഇങ്ങനെ പോകുമ്പോൾ അയവ എന്താ നെസ്റ്റു ഇങ്ങനെ നല്ല രസമായിട്ട് ഇങ്ങനെ ഫീലിങ്ങിലിങ്ങനെ പോവാണ്. ഇപ്പം അടുത്തൊന്നും ഇങ്ങനെ പോയിട്ടില്ല. അതാണ് നിങ്ങളോട് ഇങ്ങനെ നല്ല ഇതിൻ്റെ കൗതുകം ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ നല്ല രസമുണ്ട്. നല്ല വെള്ളം ഇങ്ങനെ പോകണുണ്ട്. ആ ഒഴുക്കിലൂടെ നമ്മളിത് കണ്ടിട്ട് ഇങ്ങനെ വരികയാണ്. നല്ല രസമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ കാണുന്ന ഒരു കാഴ്ച കണ്ടോളി. ഇത് കണ്ടില്ലേ, ഈ പാടത്തിൻ്റെ നടുക്കൊരു പെട്ടിക്കട, പഴയ മോഡലൊരു പെട്ടിക്കട. പക്ഷേ ഇതിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ തൂണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ, തൂണ് നോക്കിയും അതിൻ്റെ തൂണുമെന്ന് മുളച്ച് വന്നിക്കണ്. കണ്ടില്ലേ, ഇവിടെ നമ്മളെ നാട്ടിലൊക്കെ അപൂർവങ്ങളിൽ പണ്ട് ഉണ്ടാഞ്ഞാണ് ഇങ്ങനെ കിണറ്റിന് കാല് കൊടുത്താലും അല്ലെങ്കിൽ മറ്റേ മതിലൊക്കെ ഉണ്ടാക്കും. മതിൽ എന്ന് പറഞ്ഞാൽ വേലി കെട്ടുമ്പോൾ ആ വേലിയൊക്കെ മുളച്ചിട്ടുണ്ടാവും. അതുപോലെ പണ്ടത്തെ ഒരു ഇതൊക്കെ ഇപ്പോൾ നാട്ടിൻപുറത്ത് മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നുള്ള കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നാട്ടിൻപുറത്തും കാണാൻ പറ്റാത്ത കാലമായിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് കണ്ടപ്പോൾ നല്ല രസം തോന്നി. അതാണിപ്പോൾ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടായിരുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മളെ വീഡിയോ നല്ല ഈ കൈവരിയൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കാണുന്ന പോലെയല്ല. അപ്പോൾ കണ്ടില്ലേ, ഈ ചായപ്പൊടി അതിൻ്റെ ഉള്ളിൽ ഫാൻ തന്നെ ഉണ്ടാണോ, നല്ല കാറ്റും കൊണ്ട് ചാടിക്കുക. അപ്പോൾ നമ്മളെ ഇതിൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ നടക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാരണം വേറെ വേസ്റ്റൊന്നും അധികം കാണാനില്ല. നല്ല പ്യൂർ വെള്ളം ഇങ്ങനെ ഒലിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അതിൽ കൂടെ ഇങ്ങനെ അതിൻ്റെ ഭംഗിയും കണ്ടിട്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം. കമൻറ്റ് അറിയിക്കണം.